നമുക്കിനി ആൽക്കലോയിഡുകൾ എന്താണെന്ന് നോക്കാം. ആൽക്കലോയിഡുകൾ എന്ന് പറഞ്ഞാൽ പ്ലാന്റ്സ് സ്വയം പ്രൊഡ്യൂസ് ചെയ്യുന്ന നൈട്രജൻ അടങ്ങിയ ഓർഗാനിക് കോമ്പൗണ്ടിനെയാണ് ആൽക്കലോയിഡുകൾ എന്ന് പറയുന്നത്. പ്ലാന്റ്സ് സ്വയം പ്രൊഡ്യൂസ് ചെയ്യുന്ന നൈട്രജൻ അടങ്ങിയ ഓർഗാനിക് കോമ്പൗണ്ടിനെയാണ് ആൽക്കലോയിഡുകൾ എന്ന് പറയുന്നത്. ഇഞ്ചിയിൽ അടങ്ങിയ ആൽക്കലോയിഡിന്റെ പേരാകുന്നു ജിഞ്ചറിൻ. ഇഞ്ചിയിൽ അടങ്ങിയ ആൽക്കലോയിഡിന്റെ പേരാകുന്നു ജിഞ്ചറിൻ. അതുപോലെ കുരുമുളകിൽ പിപ്പറിൻ, തേയിലയിൽ തെയിൻ, കാപ്പിയിൽ കഫീൻ, വേപ്പിൽ മാർഗോസിൻ, മുളകിൽ കാപ്സൈസിൻ, കുങ്കുമപ്പൂവിൽ ബിക്സിൻ, അതുപോലെ പുകയിലയിൽ അടങ്ങിയ ആൽക്കലോയിഡിന്റെ പേരാകുന്നു നിക്കോട്ടിൻ. ഇഞ്ചിയിൽ അടങ്ങിയ ആൽക്കലോയിഡിന്റെ പേരാകുന്നു ജിഞ്ചറിൻ. ഇഞ്ചിയിൽ അടങ്ങിയ ആൽക്കലോയിഡിന്റെ പേരാകുന്നു ജിഞ്ചറിൻ. അതുപോലെ കുരുമുളകിൽ പിപ്പറിൻ, തേയിലയിൽ തെയിൻ, കാപ്പിയിൽ കഫീൻ, വേപ്പിൽ മാർഗോസിൻ, മുളകിൽ കാപ്സൈസിൻ, കുങ്കുമപ്പൂവിൽ ബിക്സിൻ, അതുപോലെ പുകയിലയിൽ അടങ്ങിയ ആൽക്കലോയിഡിന്റെ പേരാകുന്നു നിക്കോട്ടിൻ. ഓർഗാനിക് ആസിഡിന്റെ അതായത് കാർബോക്സിലിക് ആസിഡിന്റെ മോസ്റ്റ് സിംപിളസ്റ്റ് ഫോമിന്റെ പേരാകുന്നു മെഥനോയിക് ആസിഡ്. ഓർഗാനിക് ആസിഡിനെ നമ്മൾ കാർബോക്സിലിക് ആസിഡ് എന്ന് വിളിക്കാറുണ്ട്. അതിന് കാരണം ഓർഗാനിക് ആസിഡ് ഫോം ചെയ്യാൻ കാരണമായ ഫംഗ്ഷണൽ ഗ്രൂപ്പിന്റെ പേരാകുന്നു COOH. ഇതിൽ CO കാർബോണൈൽ ഗ്രൂപ്പും OH ഹൈഡ്രോക്സിൽ ഗ്രൂപ്പുമാകുന്നു. കാർബോണൈൽ ഗ്രൂപ്പിന്റെയും ഹൈഡ്രോക്സിൽ ഗ്രൂപ്പിന്റെയും കോമ്പിനേഷനിലൂടെയാണ് COOH ഫോം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ COOH ബോണ്ട് ചെയ്ത് ഫോം ആയിട്ടുള്ള ഓർഗാനിക് ആസിഡിനെ കാർബോക്സിലിക് ആസിഡ് എന്നും വിളിക്കുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഓർഗാനിക് ആസിഡിന്റെ അതായത് കാർബോക്സിലിക് ആസിഡിന്റെ മോസ്റ്റ് സിംപിളസ്റ്റ് ഫോമിന്റെ പേരാകുന്നു മെഥനോയിക് ആസിഡ്. മെഥനോയിക് ആസിഡിനെ ഫോമിക് ആസിഡ് എന്നും വിളിക്കുന്നു. ഉറുമ്പ്, തേനീച്ച, കടന്നൽ ഇവയിലുള്ള ആസിഡിന്റെ പേരാകുന്നു ഫോമിക് ആസിഡ് അതായത് മെഥനോയിക് ആസിഡ്. റബ്ബർ പാല് കട്ടിയാക്കുവാനായിട്ട് ഉപയോഗിക്കുന്ന ആസിഡ് കൂടിയാകുന്നു മെഥനോയിക് ആസിഡ്. ഏറ്റവും പഴക്കം ചെന്ന ആസിഡിന്റെ പേര് പറയാം. ഏറ്റവും പഴക്കം ചെന്ന ആസിഡിന്റെ പേരാകുന്നു അസറ്റിക് ആസിഡ്. അസറ്റിക് ആസിഡിനെ എഥനോയിക് ആസിഡ് എന്ന പേരിലും അറിയപ്പെടുന്നു. ഒരിക്കൽ കൂടി പറയാം, ഏറ്റവും പഴക്കം ചെന്ന ആസിഡിന്റെ പേരാകുന്നു അസറ്റിക് ആസിഡ്. അസറ്റിക് ആസിഡിനെ എഥനോയിക് ആസിഡ് എന്ന പേരിലും അറിയപ്പെടുന്നു. ഫുഡ് പ്രിസർവേറ്റീവ്സ് ആയി ഉപയോഗിക്കുന്ന ആസിഡിന്റെ പേരാകുന്നു എഥനോയിക് ആസിഡ്, ദാറ്റ് ഈസ് അസറ്റിക് ആസിഡ്. ഓക്കെ, ഇനി നമുക്ക് പെർഫ്യൂംസിന്റെ സുഗന്ധത്തിന് കാരണമാകുന്ന ഒരു ഓർഗാനിക് കോമ്പൗണ്ട് ഉണ്ട്. അതിന്റെ പേരാകുന്നു എസ്റ്റർ. പെർഫ്യൂംസിന്റെ സുഗന്ധത്തിന് കാരണമാകുന്ന ഓർഗാനിക് കോമ്പൗണ്ടിന്റെ പേരാകുന്നു എസ്റ്റർ. ആൽക്കഹോളും ഓർഗാനിക് ആസിഡും മിക്സ് ചെയ്തിട്ടാണ് എസ്റ്ററുകൾ നിർമ്മിക്കുന്നത്. ആൽക്കഹോളും ഓർഗാനിക് ആസിഡും മിക്സ് ചെയ്താണ് എസ്റ്ററുകൾ ഉണ്ടാക്കുന്നത്. ഓക്കെ, ദെൻ ആപ്പിളിന്റെ ആ ഒരു സ്മെല്ല് നൽകുന്ന എസ്റ്ററിന്റെ പേരാകുന്നു ബ്യൂട്ടൈൽ അസറ്റേറ്റ്. ആപ്പിളിൽ അടങ്ങിയിട്ടുള്ള എസ്റ്ററിന്റെ പേരല്ല ബ്യൂട്ടൈൽ അസറ്റേറ്റ്. ആപ്പിളിന്റെ ആ ഒരു സ്മെല്ല് നൽകുന്ന എസ്റ്ററിന്റെ പേരാകുന്നു ബ്യൂട്ടൈൽ അസറ്റേറ്റ്. അപ്പോൾ ബ്യൂട്ടൈൽ അസറ്റേറ്റ് എന്ന് പറയുന്ന എസ്റ്ററിൽ നിന്നും ആപ്പിളിന്റെ ആ ഒരു സ്മെല്ല് നമുക്ക് കിട്ടും. ഓക്കെ, അതുപോലെ ഏത്തപ്പഴത്തിന്റെ ആ ഒരു സ്മെല്ല് നൽകുന്ന എസ്റ്ററിന്റെ പേരാകുന്നു അമൈൽ അസറ്റേറ്റ്. ഏത്തപ്പഴത്തിൽ അടങ്ങിയിട്ടുള്ള എസ്റ്റർ അല്ല അമൈൽ അസറ്റേറ്റ്. ഏത്തപ്പഴത്തിന്റെ ആ ഒരു സ്മെല്ല് നൽകുന്ന എസ്റ്ററിന്റെ പേരാകുന്നു അമൈൽ അസറ്റേറ്റ്. അതുപോലെ ഓറഞ്ചിന്റെ ആ ഒരു സ്മെല്ല് നൽകുന്ന എസ്റ്ററിന്റെ പേരാകുന്നു ഒക്ടൈൽ അസറ്റേറ്റ്. മുല്ലപ്പൂവിന്റെ സ്മെല്ല് നൽകുന്ന എസ്റ്ററിന്റെ പേരാകുന്നു ബെൻസൈൽ അസറ്റേറ്റ്. പൈനാപ്പിളിന്റെ സ്മെല്ല് നൽകുന്ന എസ്റ്ററിന്റെ പേരാകുന്നു ഈഥൈൽ ബ്യൂട്ടറൈറ്റ്. തേനിന്റെ സ്മെല്ല് നൽകുന്ന എസ്റ്ററിന്റെ പേരാകുന്നു മീഥൈൽ ഫിനൈൽ അസറ്റേറ്റ്.